ഈ പെൺകുട്ടിയാകട്ടെ രാവിലെ ഭർത്താവിന് വേണ്ടി ഭക്ഷണമെല്ലാം ഉണ്ടാക്കി വെക്കുകയാണ്. വളരെ സുന്ദരിയായിട്ടാണ് അവൾ ഇതെല്ലാം ചെയ്യുന്നത്. ഓഫീസിൽ പോകാൻ നേരം രണ്ടുപേരും കെട്ടിപ്പിടിച്ച് സ്നേഹം പങ്കുവെക്കുന്നു. ഇതുപോലൊരു പെണ്ണിനെ കിട്ടിയതിൽ അവൻ സന്തോഷിക്കുകയാണ്. ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് അവൾ അവന് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കി വെക്കും. അവളുടെ ഇഷ്ടങ്ങളെല്ലാം മറന്ന് അവന്റെ ഇഷ്ടത്തിന് വേണ്ടി അവൾ ജീവിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം അവരുടെ അടുത്ത വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. അങ്ങനെ ഭർത്താവിന് വേണ്ടി കാപ്പി ഉണ്ടാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അവൾ വീട്ടിലെത്തിയ സമയത്താകട്ടെ അടുത്തുള്ള വീട്ടിലെ സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അവനാകട്ടെ അവൾക്ക് വേണ്ടി കാപ്പി ഉണ്ടാക്കി കൊടുക്കുകയാണ്. അവൾക്ക് ഇത് കണ്ട് വിഷമമാവുന്നു. അങ്ങനെ തുണി കഴുകാൻ നേരം അവന്റെ ഷർട്ടിൽ നിന്നും ഒരുതരം പെർഫ്യൂമിന്റെ മണം വരികയാണ്. പെട്ടെന്നൊരു കോൾ വന്ന സമയത്ത് അവൾ അത് ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഒരു ദിവസം അവളുടെ കൂട്ടുകാരി വരുമെന്ന് ആ ഭർത്താവിനോട് പറയുന്നു. അങ്ങനെ പെൺകുട്ടിയും അവിടേക്ക് വരികയാണ്. അങ്ങനെ ഒരു ദിവസം അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇവർ രണ്ടുപേരും ഇറങ്ങുകയാണ്. പെട്ടെന്നാണ് ഫോൺ മറന്നു വെച്ചു എന്ന് പറഞ്ഞ് അവൻ അടവെടുത്ത് മുറിയിലേക്ക് പോകുന്നത്. അവൻ ആ സമയം കൊണ്ട് ആ പെൺകുട്ടിയെ കടന്നു പിടിക്കുന്നു. പെട്ടെന്ന് ആ പെൺകുട്ടിയാകട്ടെ കയ്യിലിരുന്ന ചൂടുവെള്ളം എടുത്ത് അവന്റെ മുഖത്തേക്ക് ഒഴിക്കുകയാണ്. അങ്ങനെ ഭാര്യ തിരിച്ചെത്തിയ സമയത്ത് അവൻ ബോധം കെട്ട് കിടക്കുകയാണ്. ആ സമയത്താണ് അവന്റെ ഫോണിൽ അമ്മ എന്ന് പറയുന്ന ഒരു കോൾ വരുന്നത്. പക്ഷെ അത് അവന്റെ അമ്മയായിരുന്നില്ല, അത് അവന്റെ കാമുകയായിരുന്നു. നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ ഒരിക്കലും ചതിക്കാതിരിക്കുക.